ഷോക്കേറ്റ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കും. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മിഥുന്റെ മരണത്തിന് ദൃക്സാക്ഷികളായ അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. KSEB ചീഫ് സേഫ്റ്റി കമ്മീഷണർ MA പ്രവീൺ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് നാളെ CMDക്ക് കൈമാറും. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, തേവലക്കര ബോയ്സ് സ്കൂളിലെ അന്വേഷണം, അതോടൊപ്പം തന്നെ നടപടികൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജിയ, 8ാം ക്ലാസ് ബിയിൽ നാളെ മിഥുൻ ഇല്ലാതെ ക്ലാസ് വീണ്ടും ആരംഭിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിലെത്തിയ മിഥുൻ അവിടെ നിന്ന് തന്നെ ഷോക്കേറ്റ് മരിച്ചതിന് ശേഷം വലിയ വിവാദങ്ങളടക്കം ആവുകയും ചെയ്തു. ഇപ്പോൾ കുട്ടികളിൽ നിന്നും മിഥുൻ ഷോക്കേറ്റ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ സഹപാഠികളിൽ നിന്നും ഒപ്പം അധ്യാപകരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം, ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴിയിൽ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അപകടം പറ്റിയ ഉടൻ തന്നെ അധ്യാപകർ ഇടപെട്ടു, ആശുപത്രിയിൽ മിഥുനെ കൊണ്ടുപോയി എന്നുള്ള മൊഴിയാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അധ്യാപകരുടെ മൊഴിയെടുത്തതിൽ നിന്ന് അധ്യാപകരും പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്. അതായത് അപകടം പറ്റിയ ഉടൻ തന്നെ കുട്ടിയെ അവിടെ നിന്ന് താഴെ എത്തിക്കാനും ആശുപത്രിയിൽ എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. സ്ഥലം സന്ദർശിച്ച KSEB ചീഫ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഈ CMDക്ക് നാളെ കൈമാറുമെന്നുള്ളതാണ്. ഈ കൈമാറിയ ശേഷം, അതായത് KSEB അധികൃതർക്ക് നേരത്തെ വാക്കാൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഫോണിൽ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിലെത്തി അന്വേഷണം നടത്തിയോ, അതായത് നേരിട്ട് സ്ഥലം സന്ദർശിച്ചോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കും. കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് അവിടെ വാക്കാൽ ഫോണിലൂടെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നടപടി ഇവർക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ നാളെ മിഥുൻ ഇല്ലാതെ സ്കൂൾ തുറക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സുജിയ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.